ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഉപ്പിലിടുന്ന ഒരു റെസിപ്പിയാണ്, ക്യാരറ്റ് ഉപ്പിലിടുന്ന റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് നിന്ന് ഞാൻ ഇച്ചിരി ക്യാരറ്റ് എടുത്ത് വെച്ച് ക്യാരറ്റ് ഉപ്പിലിടുന്ന റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ക്യാരറ്റും നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ് സ്ലൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ച് മാറ്റാം. എത്രത്തോളം തിന്നായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ക്യാരറ്റിലേക്ക് വേഗത്തിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെയും തിന്നായിട്ട് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെയും തിന്നായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റൊക്കെ ഞാനിതാ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു 4 പച്ചമുളക് ഇതേപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വലിയ പച്ചമുളകായിരുന്നു. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഉപ്പിലിടാൻ വേണ്ടി ഇതുപോലെ ഒരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് 3 ബൗൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതേ ബൗളിൽ തന്നെ ഒരു അര ബൗൾ വിനീഗർ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഞാൻ അരിഞ്ഞു വെച്ചുകൊണ്ടുണ്ടായിരുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് അതും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇടുക, അപ്പോഴാണ് നമ്മുടെ ക്യാരറ്റിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ, അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് കറണ്ട് പോയതാണ്, അതുകൊണ്ടാണ് വെളിച്ചം ഒന്ന് ഡിമ്മായി പോയത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ക്യാരറ്റും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, രാത്രി ഉപയോഗിക്കാം. നന്നായിട്ട് ക്യാരറ്റിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ക്യാരറ്റ് വീട്ടിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് നോക്കുക കേട്ടോ. നന്നായിട്ടുണ്ടാകും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഉപ്പിലിട്ട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.